കാലഘട്ടത്തിൽ ഈ പന്തളത്തിൻ്റെ രാജ്യത്തിൻ്റെ പരിധിയിൽ പ്രത്യേകിച്ച് കരിമല പോലുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയൊരു കൊള്ളസംഘം കാട്ടുകൊള്ളക്കാരുണ്ടായിരുന്നു. മറവപ്പട എന്നാണ് വിളിക്കാറ്. അതിൻ്റെ നേതാവ് ഈ പറയുന്ന ഉദയനനാണ്. ഈ ഉദയനൻ അവിടെ ഈ കരിമലക്കാട് അടക്കി ഭരിക്കുമ്പോൾ ഈ പാണ്ഡ്യരാജ്യത്തുള്ള അവർ ഇവിടത്തേക്ക് എത്തിച്ചേരാൻ കാരണം അവരുടെ കുലദേവതയായിട്ടുള്ള ശ്രീധർമ്മശാസ്താവിൻ്റെ ആസ്ഥാനം അല്ലെങ്കിൽ മണികണ്ഠ ക്ഷേത്രമുള്ളത് ഈ പറയുന്ന ശബരിമലക്കാണ്. അതുകൊണ്ടാണ് അവരിങ്ങോട്ട് വരാൻ കാരണം, ഈ മണികണ്ഠ ക്ഷേത്രം ഉള്ളത് കൊണ്ട്. അപ്പോൾ ആ മണികണ്ഠ ക്ഷേത്രം ഈ പന്തളത്തുള്ള രാജാവിനോടുള്ള വൈരാഗ്യ നിമിത്തം ഉദയനൻ എന്ന് പറയുന്ന കാട്ടുകൊള്ളക്കാരനും മറ്റുള്ളവരും കൂടി തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന പൂജാരിയെ വെട്ടിക്കൊന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നാഥനില്ലാതെ നാശോമുഖമായി കിടക്കാൻ, പൂർണ്ണമായി നശിച്ചു കിടക്കുന്ന ആ ക്ഷേത്രം പുനരുദ്ധരിക്കാനും ഉദയനൻ എന്ന് പറയുന്ന കാട്ടുകൊള്ളക്കാരനെ നശിപ്പിക്കാനുമായിട്ട് സാക്ഷാൽ ശ്രീധർമ്മശാസ്താവ് വീണ്ടും ഒരു അവതാരമെടുത്തു. അതാണ് അയ്യപ്പൻ. ഈ അയ്യപ്പൻ്റെ ചരിത്രം മുഴുവൻ തന്നെ ഞാൻ ഈ പറയുന്ന ഈ ഗ്രന്ഥത്തിലുണ്ട്. ആവശ്യക്കാർക്ക് വേണമെങ്കിൽ എന്നെ ബന്ധപ്പെട്ടാൽ ഈ ഗ്രന്ഥം കിട്ടും. എന്തോ ആവട്ടെ. അപ്പോൾ ഇവിടുത്തെ സ്ഥിതി, ഈ അയ്യപ്പൻ വന്നതിന് ശേഷം ഈ പറയുന്ന മറവപ്പടയെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പന്തള രാജ്യം എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. 12 കരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ചെറിയൊരു പ്രദേശം. അപ്പോൾ ആ പ്രദേശത്തുള്ള ചെറിയൊരു നാടുവഴി, രാജാവ് എന്ന് പറയാത്തക്ക ഒരു വികസനമൊന്നുമില്ല. അപ്പോൾ ആ നാടുവഴിയുടെ മകനെന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ശക്തിമാനായിട്ടുള്ള ഉദയനനെ പരാജയപ്പെടുത്തണമെങ്കിൽ, മാത്രമല്ല കരിമലയെ ആക്രമിക്കുക, കരിമലക്കോട്ടയിൽ എത്തിക്കണമെങ്കിൽ ശബരിമലക്ക് നടന്നുപോയ ആൾക്കാർക്കറിയാം വളരെ ദുർഘടമാണ്. ഈ കരിമലക്കോട്ടയ്ക്ക് കാവലായിട്ട് രക്ഷക്കായിട്ട് വേറെ 2 കോട്ടയുണ്ട്. പുതുശ്ശേരി കോട്ടയുണ്ട്, ഇഞ്ചിപ്പാറ കോട്ടയുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെയുള്ള ആൾക്കാരെ പരാജയപ്പെടുത്തി അവിടെ എത്തുക എന്നുള്ള ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അയ്യപ്പൻ ആദ്യമായിട്ട് മുഴുവൻ നാടുവാഴികളെയും നാട്ടുരാജ്യങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒറ്റ ശക്തിയായിട്ട് ഉദയനെതിരെ പോരാടി. അപ്പോൾ ആ നാട്ടുരാജ്യങ്ങളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ അയ്യപ്പൻ ആദ്യം ചെല്ലുന്നത് കൊല്ലം ജില്ലയിൽ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ചാത്തന്നൂരിലുള്ള അവരാം കോവിലകത്തെ നാടുവാഴിയുടെ അരികിലേക്കായിരുന്നു. അങ്ങനെ ആ നാടുവാഴിയെ കണ്ടു, അവരോട് സംസാരിച്ചു. അപ്പോൾ അവരുടെ മൂത്തപുത്രനായിട്ടുള്ള ബാബുരൻ പറഞ്ഞു, ഞാൻ അങ്ങയോടൊപ്പം വരാൻ തയ്യാറാണ് ഏത് അവസരത്തിലും. ആരാ ഈ ബാബുരൻ എന്നുള്ള ചിന്തിക്കണം. കാരണം നേരത്തെ മണികണ്ഠനെ അനുഗമിച്ച ഒരു ബാബുരനുണ്ടല്ലോ, അതേ ബാബുരൻ തന്നെയാണ് വളരെ കൃത്യമായിട്ട് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ അയ്യപ്പൻ ഇവിടെ ഈ ദുഷ്ടനിഗ്രഹത്തിന് വേണ്ടി അവതാരമെടുത്തപ്പോൾ അയ്യപ്പൻ്റെ ഭൂതഗണങ്ങളും ഇവിടെ അദ്ദേഹത്തിനൊപ്പം അവതാരമെടുത്തു എന്നാണ് പറയുന്നത്. ശ്രീരാമചന്ദ്രൻ രാവണനെ വധിക്കാൻ വേണ്ടി അവതാരമെടുത്തപ്പോൾ ശ്രീരാമന്റെ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ നിർദ്ദേശപ്രകാരം ഓരോ ദേവന്മാരും ഇവിടെ അവതാരമെടുത്തു. വായുദേവന്റെ അവതാരമായിട്ട് സാക്ഷാൽ ഹനുമാൻ സ്വാമിയും, അഗ്നിദേവന്റെ അവതാരമായിട്ട് വന്നു ഒരാൾ, ഇന്ദ്രന്റെ അവതാരമായിട്ട് വന്നു, സൂര്യന്റെ അവതാരമായിട്ട് വന്നു, അതുപോലെ തന്നെ അശ്വിനി ദേവന്മാരുടെ അവതാരങ്ങൾ വന്നു. അങ്ങനെ ഓരോ ദേവന്മാരുടെയും അവതാരങ്ങൾ ഇവിടെ ഉണ്ടായി. അവരൊക്കെ തന്നെയാണ് ചേർന്നിട്ടാണ്, അവരൊക്കെ വാനരന്മാരായിട്ടാണ് ജനിച്ചത്. അവരൊക്കെ സംഘടിച്ചാണ് എവിടെ രാവണനെ കൊന്നത്. അതുപോലെ വാപുരൻ എന്ന് പറയുന്ന ഭൂതഗണം ഇവിടെ വാപുരനായി തന്നെ ഈ പറയുന്ന അവരാം കോവിലകത്ത് ജന്മമെടുത്തു. അതേപോലെ തന്നെ കടുശബ്ദൻ എന്ന് പറയുന്ന അവതാരം അല്ലെങ്കിൽ ഭൂതഗണം ഇവിടെ കൊച്ചുകടുത്തിയായിട്ടും, കടൂരവൻ എന്ന് പറയുന്ന ഭൂതഗണം വലിയ കടുത്തിയായിട്ടും, കോട്ടയിൽ ശാസ്താവ് എന്ന് പറയുന്ന ഒരു ഭൂതഗണമുണ്ട്. അതുപോലെ അങ്ങനെ നിരവധി ആൾക്കാർ ഇവിടെ ഓരോ അവതാര രൂപത്തിൽ ഇവിടെ അവതരിച്ചു എന്നർത്ഥം. അങ്ങനെ ഇവരൊക്കെ തന്നെ ആദ്യം അവരാം കോവിലകത്ത് പോയി, പിന്നെ മാവേലിക്കരയിൽ പോയി, പിന്നെ കായംകുളത്ത് പോയി, പിന്നെ ചെമ്പകശ്ശേരി പോയി, പിന്നെ ആലങ്ങാട് പോയി. അങ്ങനെ ഓരോ സ്ഥലത്തുള്ള നാട്ടുരാജ്യങ്ങളൊക്കെ ചേർത്തുകൊണ്ട് അതിശക്തമായ പടയാക്കിക്കൊണ്ട് ഈ ഉദയനനെ നശിപ്പിക്കുകയും ആ ക്ഷേത്രം പുനരുദ്ധരിക്കുകയും ഒക്കെ ചെയ്തതായിട്ടാണ് ദേവസ്വം ബോർഡ് പ്രസിദ്ധീകരിച്ച ഗ്രന്ഥത്തിൽ പോലുമുള്ളത്. ദേവസ്വം ബോർഡ് ശബരിമലയെക്കുറിച്ച് വിവരിച്ച ഗ്രന്ഥത്തിൽ പോലും ഈ ഒരു കഥയുണ്ട്, നമുക്ക് കാണാൻ കഴിയും. വാപുരനും കൊച്ചുകടുത്തയും, ആ കൊച്ചുകടുത്തൊക്കെ രാമൻ എന്നാണ് പേര്, അതൊക്കെ വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതൊന്നും ഞാനിവിടെ പറയാൻ നിൽക്കുന്നില്ല, നമ്മുടേത് വാപുരനാ വിഷയം. അപ്പോൾ അത്തരത്തിൽ ആ അയ്യപ്പസ്വാമിയുടെ അവതാരം പൂർത്തിയായപ്പോൾ അയ്യപ്പസ്വാമിയുടെ ചൈതന്യം ആ വിഗ്രഹത്തിലേക്ക് ലയിച്ചു ചേർന്നു എന്നും പറയപ്പെടുന്നു. അപ്പോൾ ഭൂതഗണങ്ങൾക്കും തിരിച്ചു പോകേണ്ട ഇതല്ലേ. അപ്പോൾ ഭൂതഗണങ്ങളോട് പറഞ്ഞു, നിങ്ങളിവിടെ കാവലാളായി വർത്തിക്കണം. അതിനു മുന്നേ തന്നെ കാവലാളായി വർത്തിക്കാൻ വേണ്ടിയിട്ട് മണികണ്ഠൻ്റെ കാലഘട്ടത്തിൽ ഈ എരുമേലി മുതൽ സന്നിധാനം വരെയുള്ള 8 കവാടങ്ങളിൽ അവിടെ കാവൽക്കാരെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഓരോ സ്ഥലത്തും. അപ്പോൾ
ആ ഓരോ സ്ഥലത്തുള്ള കാവൽക്കാരുടെ പേര് എടുത്തു പറയാം. അതിൽ ഒന്നാമത്തെ എരുമേലി എന്ന് പറയുന്ന സ്ഥലത്തുള്ള കവാടത്തിൽ അതിൻ്റെ ചുമതല കൊടുത്തത് നമ്മുടെ വാപുരനായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഈ കാണുന്ന കൊച്ചമ്പലത്തിന് നേരെ മുമ്പിലുള്ള അവിടെയല്ല ആ സ്ഥാനം കൊടുത്തത്. അവിടുന്ന് അല്പം കൂടി നമ്മൾ ആ പേരൂർത്തോട് എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു സ്ഥലമാണ് യഥാർത്ഥത്തിൽ ഇവർക്ക് സ്ഥാനം കൊടുത്തതെന്നാണ് പറയപ്പെടുന്നത്. വാപുരൻ എന്നുള്ളത് എരുമേലിയിലാണ്. അതുപോലെ തന്നെ നന്ദികേശൻ എന്ന് പറയുന്ന ഒരു ഭൂതഗണമുണ്ട്. നന്ദികേശന് സ്ഥാനം കൊടുത്തിരിക്കുന്നത് കാളകെട്ടിയിൽ. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം കാളകെട്ടിയിലെ കാളയുടെ ഇതാണെന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ ഉടുമ്പാറമല എന്ന് പറയുന്ന സ്ഥലത്ത് വ്യാഘ്രവാദൻ എന്ന് പറയുന്ന ഇതാണ്. അതുപോലെ തന്നെ ഈ വ്യാഘ്രവാദനാണ് ഞാൻ നേരത്തെ പറഞ്ഞ കോട്ടയിൽ ശാസ്താവ് എന്ന് പറയുന്നത്. വ്യാഘ്രവാദൻ എന്ന് പറയുന്ന ഭൂതഗണം അവതാരമെടുത്തതാണ് ഈ പറഞ്ഞ കോട്ടയിൽ ശാസ്താവ്. അതുപോലെ കരിമലയിൽ കടുശബ്ദൻ എന്നാണ് പറയപ്പെടുന്ന ഭൂതഗണമാണുള്ളത്. എന്ന് വെച്ചാൽ കൊച്ചുകടുത്ത. അപ്പാച്ചിമേട്ടിൽ കടൂരവനാണ് എന്ന് വെച്ചാൽ വലിയ കടുത്ത. അതുപോലെ ശബരിപീഠത്തിൽ ഘണ്ഠാകർണനാണ്. അതുപോലെ തന്നെ ഈ ശരംകുത്തി എന്ന് പറയുന്ന സ്ഥലത്ത് അസ്ത്രഭൈരവൻ. ഇങ്ങനെയാണ് ഓരോ സ്ഥലത്തും കാവൽ ഏർപ്പെടുത്തിയത്. എന്ന് വെച്ചാൽ വരുന്ന ഭക്തന്മാർക്ക് യാതൊരു ദോഷവും ഉണ്ടാവാതെ വന്യമൃഗങ്ങളിൽ സംരക്ഷിച്ച് മറ്റുള്ള ഭൂതപ്രേത വിശാചികളിൽ നിന്നൊക്കെ സംരക്ഷിച്ച് രക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് ഭൂതഗണങ്ങളെയാണ് അവിടെ കാവൽ ഏർപ്പെടുത്തിയത് മണികണ്ഠൻ. അപ്പോൾ അതേ മണികണ്ഠൻ്റെ ശേഷം വന്ന അയ്യപ്പന് സഹായിയായിട്ടും ഇവർ അവതാരമെടുത്തു വന്നു എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഇവരൊക്കെ നശിപ്പിച്ചപ്പോൾ ഈ പറയുന്ന ഭൂതഗണങ്ങളായിട്ടുള്ള വാപുരൻ, കൊച്ചു കൊടുത്ത, വലിയ കൊടുത്ത ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവർക്ക് അതേപോലെ സന്നിധാനത്തും ഒരു ചുമതല കൊടുത്തു. എല്ലാ വർഷവും മകരസംക്രമത്തിൽ ഞാൻ ഇവിടെ എൻ്റെ ഭക്തജനങ്ങളെ കാണാനായിട്ട് വരുന്ന അവസരത്തിൽ, അല്ലെങ്കിൽ എൻ്റെ ചൈതന്യം ഇവിടെ ഉണ്ടാകുന്ന അവസരത്തിൽ നിങ്ങളും ഇവിടെ ഉണ്ടാകണം, നിങ്ങളും അവർക്ക് സേവ ചെയ്തുകൊണ്ട് അവർക്ക് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് ഇവിടെ ഉണ്ടാകണം എന്നൊരു വരം കൊടുത്തിട്ടുണ്ടായിരുന്നു. അവതാര ലക്ഷ്യം പൂർത്തിയാകുന്ന ആ കാലം വരെ അവരവിടെ നിൽക്കേണ്ടതുണ്ട്. അപ്പോൾ അവരുടെ അവതാര ലക്ഷ്യം ആയിട്ടില്ല. ഈ പൂർത്തീകരണത്തിന് ഏകദേശം സംജാതമാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും അവിടെ അയ്യപ്പസ്വാമി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടുന്ന പരിരക്ഷ കൊടുക്കണം. ആ കാലയളവിൽ കൊല്ലം ജില്ലയിൽ നിന്നും ഈ മകരസംക്രമത്തോടടുപ്പിച്ച് അവിടെയുള്ള യുവരാജാവ് അല്ലെങ്കിൽ യുവനാടുവാഴിയായ വാപുരൻ എല്ലാ മകരസംക്രമ നാളിലും എവിടേക്ക് വരും? ഈ പറയുന്ന ശബരിമലയിൽ വരും. അവിടെ വന്നിട്ട് എന്താ ചെയ്യുന്നല്ലോ, ഈ ശാസ്താവിനെ ഏകദേശം ശബരിമലയിലുള്ള അയ്യപ്പനെ തൊഴുത് നേരെ ഭദ്രകാളിയുടെ അരികിലേക്ക് വരും മാളികപ്പുറത്തമ്മയെ. ആ മാളികപ്പുറത്തമ്മയെ കാണാൻ വേണ്ടി വരുമ്പോൾ അവിടെ അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് കൊച്ചുകടുത്തയും വാപുരനുമാണ്. അതിൽ വാപുരൻ്റെ ചുമതല എന്താണെന്നറിയോ? അവിടെ വരുന്ന ആൾക്കാർ മകരമാസമാണ്, നല്ല തണുപ്പാണ്, ചുമയുണ്ടാവും, തൊണ്ടവേനയുണ്ടാവും, കഫക്കെട്ടുണ്ടാവും, പനിയുണ്ടാവും. ഇത് അവർക്കൊരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല, അവരെ പരിരക്ഷിക്കുകയാണല്ലോ ഇവരുടെ ഉദ്ദേശം. അപ്പോൾ അവരെന്ന് വെച്ചാൽ കുരുമുളകും കൽക്കണ്ടവും ഒക്കെ ചേർത്ത് പൊടിച്ച് ഒരു മിശ്രിതം ഈ വരുന്ന ഭക്തന്മാർക്കെല്ലാം കൊടുക്കും. കൂടാതെ ചുക്ക് കാപ്പിയും കൊടുക്കും. അതാണ് വാപുരൻ്റെ ഇത്, കാരണം അവരെ പരിരക്ഷിക്കുക. അപ്പോൾ അങ്ങനെ വരുന്ന ആ കാലാകാലങ്ങളായിട്ട് അവിടെ വരുന്ന ആൾക്കാർക്ക് അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് വാപുരൻ്റെ കർമ്മമായി. എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മറവപ്പട ശക്തി പ്രാപിച്ചപ്പോൾ ആ മറവപ്പടയുടെ നേതൃത്വത്തിൽ അപ്രതീക്ഷിതമായി ശബരിമല ക്ഷേത്രത്തിന് നേരെ അക്രമമുണ്ടായി. അങ്ങനെ അക്രമമുണ്ടായപ്പോൾ ഈ വാപുരനുമായി ഏറ്റുമുട്ടുകയും വാപുരനെ അവിടെ കൊല്ലപ്പെടുകയും ചെയ്തതായിട്ട് പറയപ്പെടുന്നു. യഥാർത്ഥത്തിൽ ശബരിമല സന്നിധാനത്തിൽ ആ ഉത്സവത്തിന് ശേഷം അവിടെ ഒരു നിഗൂഢ പൂജ നടക്കുന്നുണ്ട് മാളികപ്പുറത്ത്. അത് നമ്മുടെ ഈ വാപുരനും ഈ കൊച്ചുകടുത്തക്കും വേണ്ടിയുള്ള കുരുതിയാണ്. ഈ കുരുതിയാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള, അവരുടെ ആ മരണം സംഭവിച്ചതിന് ശേഷം അവർക്ക് വേണ്ടി. പലരും പറയും ബാബുരൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നില്ല, പക്ഷെ ബാബുരനെ കൊല്ലപ്പെടുകയാണ് ചെയ്തത്. ബാബുരന് വേണ്ടിയിട്ടുള്ള കുരുതിയാണ് അവിടെ നടക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അത് കൃത്യമായിട്ട് ആ കാര്യങ്ങൾ വ്യക്തമായി അന്വേഷിച്ചതിന് ശേഷമാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. എന്തോ ആവട്ടെ. അപ്പോൾ അങ്ങനെ ആ ബാബുരൻ കൊല്ലപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പരമ്പരയിലുള്ള മക്കൾ ഈ കർമ്മം ഏറ്റെടുക്കുകയും അവരെയും ബഹുമാനപൂർവ്വം മറ്റുള്ളവർ അച്ഛൻ്റെ പേരിൽ തന്നെ വിളിച്ചു വാപുരൻ എന്നുള്ളത്. കടുത്തയുടെ മക്കളെയും വിളിച്ചു കടുത്തകൾ എന്നതിനെ വിളിച്ചു, അവരുടെ പരമ്പരയെ.
അങ്ങനെയാണല്ലോ വിളിക്കുക. അപ്പോൾ ആ കാലഘട്ടങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു വരുമ്പോഴാണ് ഈ ഇവിടത്തേക്ക് കൊല്ലം ജില്ലയിൽ നിന്ന് ശബരിമലയ്ക്ക് എത്തുക കുറേ ദൂരമാണ്. അതുകൊണ്ട് തന്നെ കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരിൽ നിന്നും ഇവിടത്തേക്ക് വരുന്ന, കാരണം അവരുടെ ഒരുപാട് താവഴികളായി, അതിലൊരു താവഴിക്ക് ഇവിടെ എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ അവർ കാഞ്ഞിരപ്പള്ളിയിലേക്ക് താമസം മാറ്റി. ഈ കാഞ്ഞിരപ്പള്ളിയിലേക്ക് താമസം മാറ്റിയതിന് ശേഷം അവിടെ നിന്നും പിന്നെ ഇവർക്ക് അത്രയും ദൂരം നടന്നു വന്നിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. ആ കാലഘട്ടത്തിൽ തന്നെയാണ് പന്തളം രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം ഇവരെന്ത് ചെയ്യുന്നത്, എരുമേലിയിലുള്ള കൊച്ചമ്പലത്തിനടുത്തായിട്ട് ചെറിയൊരു ഓല ഷെഡ് കെട്ടിയിട്ട് അവരോട് പറഞ്ഞു, ഇവിടെ വരുന്നത് പോലെ തന്നെ ഭക്തന്മാർ അവിടെയും വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെയും ഈ വരുന്ന ആൾക്കാർക്ക് ഈ പറയുന്ന ചുക്കുപൊടിയും ഇതും കൊടുക്കാൻ നിങ്ങൾ നിന്നാൽ നന്നായിരിക്കുമെന്നില്ല. പന്തള രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം അവിടെ അവർ ഓല ഷെഡ് കെട്ടിയിട്ട് അങ്ങനെ നിൽക്കാൻ തുടങ്ങി. അതിൽ പൂർവികനായിട്ടുള്ള വാവരൻ്റെ പരമ്പരയാണല്ലോ, അവരുടെ പ്രതിഷ്ഠയും വെച്ചുകൊണ്ടാണ് അവർ ആ കർമ്മം ചെയ്യാൻ നിന്നത്. നമ്മൾ മനസ്സിലാക്കണം. ഈ സമീപ കാലഘട്ടം വരെ നമ്മൾക്ക് ആ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലാൻ പറ്റുമായിരുന്നു. ഓല ഷെഡ് പിന്നീട് ഓടിന് വേണ്ടി വഴിമാറി. ഓടിട്ട കെട്ടിടം ഓടിട്ട കെട്ടിടം പിന്നെ കോൺക്രീറ്റ് ആക്കി. അതിനുശേഷം 1990 കാലഘട്ടത്തിലാണ് ആ ഇന്ന് കാണുന്ന വളരെ വലിയ ആ പള്ളി സ്ഥാപിച്ചിട്ടുള്ളത്, ഇന്ന് കാണുന്ന പള്ളി. അപ്പോൾ അതിനു മുമ്പ് വരെ ഈ പള്ളിക്കുള്ളിലേക്ക് കയറുകയും ഉള്ളിലേക്ക് കയറി പേട്ടതുള്ളുമായിരുന്നു. അതിൻ്റെ ഉള്ളിൽ കയറി പേട്ടതുള്ളും, അവിടെ നാളികേര ഉടക്കുമായിരുന്നു. പക്ഷേ ഇന്ന് ആ സമ്പ്രദായം ഇല്ല. അതിനുള്ളിൽ കയറാൻ പറ്റില്ല, പുറത്തേ കൂടി പ്രദർശനം വെക്കുന്ന വിധത്തിലേക്ക് ആക്കി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇങ്ങനെ കാഞ്ഞിരപ്പള്ളിയിൽ ഇവർ താമസിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഏകദേശം 1720 കാലഘട്ടങ്ങളിൽ എന്ന് വേണം മനസ്സിലാക്കാൻ. അന്നത്തെ വാപ്പുരന് ആൺ സന്താനമില്ലാതെയായി. സഹോദരങ്ങളുണ്ട്, അവർക്ക് മക്കളൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും മൂത്തതാരാണോ അവരാണ് ഈ കർമ്മം ചെയ്യാൻ വേണ്ടി വരിക. അപ്പോൾ ആ മൂത്ത ആൾക്ക് ആൺമക്കളില്ല, ബാക്കി എല്ലാവരും പല വഴിക്കായി അന്യം നിന്ന് പോകുന്നൊരു ഘട്ടത്തിലെത്തി. ചില ആൾക്കാർ ഏട്ടൻ്റെ അനിയൻ്റെ മക്കളൊക്കെ ഉണ്ട്, അവരൊക്കെ ഒരു വിഭാഗം എരുമേലിലും ഒരു ഭാഗം ഇപ്പുറമൊക്കെ ആയിട്ടാണ് ഉണ്ടാവാറ്. പക്ഷെ ആ കാലഘട്ടങ്ങളിൽ ഇവരുടെ കുടുംബം, കാരണം അച്ഛൻ്റെ ഇലക്കെ ഒരേ ഒരു ആൺതരിയായിട്ടാണ് ഉണ്ടായത്, വേറെ മക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ പരമ്പര ചുരുങ്ങി വന്ന് അന്യം നിന്ന് പോകുന്നൊരു ഘട്ടം എത്തി എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഉള്ളത് ഇനി ഒരു പെൺകുട്ടി മാത്രം, ആൺതരികളില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് പ്രായം ഏറെയായി. അപ്പോൾ ഈ മോളെ വിവാഹപ്രായം എത്തിയപ്പോൾ മോൾക്ക് സമീപത്തുള്ള അയൽവാസിയായ ഒരു ചെറുപ്പക്കാരനോട് ഒരു പ്രണയം തോന്നി. ഇന്നത്തെ പോലെയല്ല, കളങ്കമില്ലാത്ത പ്രണയമായിരുന്നു. ആ പ്രണയത്തിന് നോക്കുമ്പോൾ അച്ഛനോട് കാര്യം പറഞ്ഞു, അച്ഛൻ എനിക്ക് ഇന്ന ആളെ ഇഷ്ടമാണ്, എനിക്ക് വിവാഹം കഴിച്ചു തരണം, എനിക്ക് അദ്ദേഹത്തിനാണ് വിവാഹം കഴിക്കാൻ താല്പര്യമെന്ന് പറഞ്ഞു. മറ്റു വിവാഹാലോചനക്കൊന്നും അവൾ തയ്യാറായില്ല. അച്ഛൻ പറഞ്ഞു, മോളെ ഈ വിവാഹം കഴിക്കുന്നതുകൊണ്ട് അച്ഛന് വിഷമമുണ്ടായിട്ടല്ല, പക്ഷെ അവർ വേറൊരു സംസ്കാരമാണ്. അവർ നമ്മുടെ ഈ ചിട്ടയായ ജീവിതത്തോട് അവർക്ക് പൊരുത്തപ്പെടാൻ പറ്റില്ല. അവർ മറ്റൊരു വിഭാഗമാണ്, എന്ന് വെച്ചാൽ ഇസ്ലാമിക വിഭാഗമാണ്. സെയ്ദ് അലവി എന്ന് പറയുന്ന നീ സ്നേഹിക്കുന്ന പയ്യൻ നമ്മുടെ വിഭാഗക്കാരല്ല, നമ്മുടെ ജാതിയൊന്നും ഇല്ലെങ്കിൽ പോലും സാരല്ല, നമ്മുടെ മതത്തിൽ പോലുമല്ല. അതുകൊണ്ട് മോളെ ഇതിൽ നിന്ന് പിന്തിരിയണം എന്ന് പറഞ്ഞു. അപ്പോൾ മകൾ പിന്തിരിയാൻ തയ്യാറായില്ല. അവൾ ആത്മഹത്യ ഭീഷണി മുഴക്കുകയും ആ പെൺകുട്ടിയുടെ നിർബന്ധത്തിന് വഴങ്ങി അച്ഛൻ അവളെ കല്യാണം കഴിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഈ പറയുന്ന പെൺകുട്ടി സെയ്ദ് അലവി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ വിവാഹം കഴിച്ചു. പക്ഷെ വളരെ സന്തോഷപൂർവ്വം, വളരെ ആനന്ദത്തോടു കൂടി അവർ ഇണക്കുരുവികളായി വളരെ ഭംഗിയായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഏകദേശം 1740 കാലഘട്ടങ്ങളിൽ ഈ ശബരിമലയിലുള്ള പോക്കുവരവ്, കാരണം എല്ലാ വർഷവും ഈ അച്ഛനാണല്ലോ പോകാൻ പറ്റാത്തത്ര പ്രായാധിക്യമായി അദ്ദേഹത്തിന്. അദ്ദേഹം അന്നത്തെ രാജാവിനോട് കാര്യങ്ങൾ പറഞ്ഞു, എനിക്ക് അവിടെ വരുവാനോ അവിടുത്തെ കാര്യങ്ങൾ ചെയ്യാനോ പറ്റാത്തൊരവസ്ഥയല്ല, പ്രായാധിക്യമായിട്ടാണ് ഉള്ളത്, അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കണം. മറ്റാർക്കും ഇന്നത്തെ പോലെ ഏറ്റെടുക്കാൻ അന്ന് ആൾക്കാർ കുറവാണ്. മറ്റൊരു കാര്യം, എൻ്റെ മകളുണ്ട്, മകളെ എനിക്ക് സന്നിധാനത്തേക്ക് പറഞ്ഞേക്കാൻ പറ്റില്ല, കാരണം അവിടെ അയ്യപ്പ സ്വാമിയുടെ സന്നിധി എന്ന് പറഞ്ഞാൽ നിത്യബ്രഹ്മചാര്യ, യുവതികൾക്ക് പ്രവേശനമില്ലാത്തതാണ്. അപ്പോൾ എനിക്ക് വരാനും പറ്റില്ല. എനിക്കാണെങ്കിൽ ആൺ സന്താനങ്ങളുമില്ല. പക്ഷേ അങ്ങ് അനുവദിക്കുകയാണെങ്കിൽ എൻ്റെ മകളുടെ ഭർത്താവുണ്ട്, പക്ഷെ അവർ മറ്റൊരു വിഭാഗക്കാരാണ്, മറ്റൊരു മതവിശ്വാസിയാണ്. അങ്ങ് അനുവദിക്കുകയാണെങ്കിൽ ഞാൻ അവനെ ഇതിലേക്ക് വേണ്ടി നിയോഗിക്കാം. രാജാവ് ഉടനെ വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ രാജാവിന് അങ്ങനെ തീരുമാനം എടുക്കാനൊന്നും പറ്റില്ല. ക്ഷേത്രത്തിനൊരു തന്ത്രിയുണ്ട്. ആ തന്ത്രിക്ക് ഇദ്ദേഹം
ഒരു ലെറ്റർ കൊടുത്തയച്ചു. അതിന് മറുപടിയായി അന്നത്തെ തന്ത്രി പറഞ്ഞു, അത് കാലാകാലങ്ങളായി ഇവരുടെ പരമ്പരയിൽപ്പെട്ട ആൾക്കാരാണ് ഇവിടെ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്, തുടർന്നും അവർ ഈ കർമ്മം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് പരിഭവമില്ല, അത് ചെയ്തോട്ടെ എന്ന വിധത്തിലാണ് അന്നത്തെ മറുപടി ഉണ്ടായിരുന്നത്. ഇത് കൃത്യമായിട്ട് ശ്രീ ഭൂതനാഥ സർവസ്വത്തിൽ അന്ന് തന്ത്രി എഴുതി കൊടുത്ത മറുപടി നമുക്ക് കാണാൻ കഴിയും. തന്ത്രി എഴുതി കൊടുത്ത മറുപടി ആർക്ക്? രാജാവിന് കൊടുത്ത മറുപടി കൃത്യമായിട്ട് കാണാൻ കഴിയും എന്നർത്ഥം. ഇങ്ങനെ നമുക്ക് പരിഭവമില്ല എന്ന വിധത്തിലുള്ള ഇതിന് ശേഷം ഈ പറയുന്ന ചെറുപ്പക്കാരനാണ് മാളികപ്പുറത്ത് വന്ന് മറ്റുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തിരുന്നത്.